Hi students, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Welcome to the session. Next is inserting images. നമ്മൾ ലാക്ടെക്കിൻ്റെ കുറേ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് മാത്രമല്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇവിടെ നമുക്ക് ഇമേജസും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇമേജസ് ആർ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഇൻ മോസ്റ്റ് ഓഫ് ദ സയൻറ്റിഫിക് ഡോക്യുമെൻറ്റ്. ലാക്ടെക് പ്രൊവൈഡ് സെവറൽ ഓപ്ഷൻസ് ടു ഹാൻഡിൽ ഇമേജസ് ആൻഡ് മേക്ക് ദം ലുക്ക് എക്സാക്ട്ലി വാട്ട് യു നീഡ്. നമ്മൾ എങ്ങനെയാണ് ആ ലുക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ആ ഇമേജസിനെ മാറ്റം വരുത്തി നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ലാക്ടെക്കിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന കോഡാണ് ഒരു ഇമേജിന് ഇമ്പോർട്ട് ചെയ്യാനുള്ള കോഡ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡോക്യുമെൻറ്റ് ക്ലാസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇമേജിന് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജിൻ്റെ പേരാണ് ഗ്രാഫിക്സ് എക്സ്. ഓക്കെ, ഇമേജിൻ്റെ പാത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഗ്രാഫിക്സ് പാത്തിൻ്റെ അകത്ത് നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് പല ഡ്രൈവുകളുണ്ട്. സി ഡ്രൈവിനകത്താണോ ഡി ഡ്രൈവിൻ്റെ അകത്താണോ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഡി ഡ്രൈവിൽ ABC എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ അകത്ത് apple.jpg എന്നൊരു ഇമേജ് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്ത് എടുക്കുമ്പോൾ എങ്ങനെ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം? C/ABC/apple. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഇമേജ് ഞാൻ ഈ ഡ്രൈവിൽ സേവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അത് ഇമേജിൻ്റെ പാത്ത് സ്പെസിഫൈ ചെയ്യുന്ന ഈ ഡ്രൈവിൻ്റെ അകത്ത് ഏതാണോ ഫോൾഡർ നെയിം /the name of the image. അങ്ങനെയാണ് നമ്മൾ പാത്ത് കണ്ടുപിടിക്കുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ ഇമേജിൻ്റെ പാത്ത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. ദെൻ /begin document. നമുക്ക് ഈ ബിഗിൻ ഡോക്യുമെൻ്റ് അത് കുറച്ച് ടെക്സ്റ്റൽ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുവാണ്. ഫോർ എക്സാമ്പിൾ അവിടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞുള്ള കുറച്ച് ടെക്സ്റ്റൽ ഇൻഫർമേഷൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ /include ഗ്രാഫിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ കൊടുത്തു യൂണിവേഴ്സ്. ദെൻ ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ദി ഗാലക്സി എബവ്. ഇങ്ങനെ ഇത്രയും കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു കോഡ് എഴുതി സേവ് ചെയ്തു റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഇമേജ് വരുന്നത് നമുക്ക് നോക്കാം. ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാണ് നമ്മൾ കൊടുത്ത കമാൻഡ്സിനനുസരിച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഇമേജ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ദ യൂണിവേഴ്സ് ഇസ് ഇമ്മൻസ് ആൻഡ് ഇറ്റ് സീംസ് ടു ബി ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റഡ് ഇൻഫർമേഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? /begin ഡോക്യുമെൻറ്റിൻ്റെ അകത്ത്. അപ്പോൾ ആ ഇൻഫർമേഷനാണ് അവിടെ ഏതാണ്ട് അതേപോലെ പ്രിൻ്റ് ചെയ്ത് വന്നു. ദെൻ അതിൻ്റെ താഴെ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്ന പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്ന ഇമേജ് വന്നു. ഓക്കെ, ഇനി ആ ഇമേജ് നമ്മൾ ഇൻക്ലൂഡ് ഗ്രാഫിക്സ് എന്നിട്ട് ആ യൂണിവേഴ്സ് എന്നുള്ള ആ ഇമേജിൻ്റെ നെയിം കൊടുത്തപ്പോൾ ആ ഇമേജ് അവിടെ പ്രിൻ്റായി വന്നു. ദെൻ അതിൻ്റെ തൊട്ട് താഴത്തെ ലൈനിൽ നമ്മൾ എന്താ ടൈപ്പ് ചെയ്ത് കൊടുത്തത്? ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ഗാലക്സി എബവ് എന്ന് കൊടുത്തിരുന്നു. ദെൻ അതും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഇമേജിനെ നമ്മൾ ഗ്രാഫിക്സ് എന്ന പാക്കേജ് യൂസ് ചെയ്തു. ദെൻ ഇമേജിനെ ഇൻക്ലൂഡ് ചെയ്തു. അതിനെ നമ്മൾ ഡോക്യുമെൻ്റിൻ്റെ അകത്ത് ആഡ് ചെയ്തു. നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. LaTeX cannot manage images by itself. For we use the package ഗ്രാഫിക്സ് നമുക്ക് ഇമേജസിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കേജിൻ്റെ പേരാണ് ഗ്രാഫിക്സ്. ടു യൂസ് ദിസ് വി ഇൻക്ലൂഡ് ദ ഫോളോയിങ് ലൈൻ ദ പ്രിയാമ്പിൾ. ഇതിനെ ഇമേജസിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ കമാൻഡിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്ന നമ്മുടെ കോഡിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്ന ഒരു കമാൻഡാണ് /use package graphics. ദെൻ കമാൻഡ് ഗ്രാഫിക്സ് പാത്ത്. ഞാനിത് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞതായിരുന്നു ഏത് ഫോൾഡറിലാണ് ഏത് ഡയറക്ടറിക്കകത്താണ് നമ്മൾ ഇമേജ് സേവ് ചെയ്തിട്ടിരിക്കുന്നത്. ആ ഇമേജിൻ്റെ പാത്ത് നമ്മൾ ഈ ഗ്രാഫിക്സ് പാത്തിൻ്റെ കേളി ബ്രേസസിനുള്ളിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ the third one, include graphics command, is the one that actually includes the image in the document. ഈ കമാൻഡ് ഉണ്ട്. പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്താലും നമ്മൾ ഈ കമാൻഡ് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇമേജ് ഒരിക്കലും നമ്മുടെ പേജിൽ ഡിസ്പ്ലേ ചെയ്യത്തില്ല. പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, ആ ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കമാൻഡാണ് ഇൻക്ലൂഡ് ഗ്രാഫിക്സ് ദ ഇമേജ് നെയിം. ഓക്കെ, ഇത്രയും കമാൻഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലാറ്റെക്കിനുള്ളിൽ ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഇമേജസിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആക്ടിവിറ്റി സെക്ഷൻസിലെ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ നോക്കുക. സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആക്ടിവിറ്റി സെക്ഷനിലെ ആൻസേഴ്സ് എഴുതുക. നിങ്ങളുടെ നെയിം, റോൾ നമ്പർ, ലെക്ചർ നമ്പർ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഫോട്ടോസ് എടുക്കാൻ. ഓക്കെ, എങ്കിൽ മാത്രമേ എനിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റൂ. താങ്ക് യു.